നമസ്കാരം. വല്ലാത്ത പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ് പിണറായി വിജയൻ്റെ സർക്കാർ. രണ്ടാം തുടർഭരണം ഉറപ്പാക്കിയ പിണറായി ഇത് ജനം സ്വീകരിച്ചിരിക്കുന്നു. തൻ്റെ തള്ളും നുണയും തൻ്റെ ധൂർത്തുമൊക്കെ ജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനം വീണ്ടും തന്നെ അധികാരത്തിലെത്തിക്കും, ഇനി കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ആരും ഇവിടെ ഭരിക്കില്ല എന്ന് വിശ്വസിച്ച് പോകുന്നതിനിടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകിയ ഒരു സൂചന, ആ സൂചനയിൽ തകർന്നിരിക്കുകയാണ് പിണറായി. അതുകൊണ്ടാണ് പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് ഔദ്യോഗികമായി പാർട്ടിക്ക് നിഷേധിക്കേണ്ടി വന്നത്. ആ ഓട്ട അടയ്ക്കുന്നതിന് വേണ്ടിയാണ് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പണ്ട് മൈക്കിനെതിരെ കേസെടുത്തതുപോലെ ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ വളരെ വിചിത്രമായ വൈകൃതമായ സ്വഭാവവിശേഷമായി സമൂഹം വിലയിരുത്തി. ഒടുവിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ കേസെടുക്കാൻ ചാടിയിറങ്ങിയ പോലീസിനെ പിന്മാറേണ്ടി വന്നു. മാത്രമല്ല, ഒന്നിന് പകരം 1000 പാരഡി ഗാനങ്ങൾ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. പിണറായി എന്ന ഫാസിസ്റ്റ് ഭരണാധികാരിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള മറ്റൊരു കാരണമായി മാറി ഇത്. അടിമകളായ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇതെന്ത് സർക്കാർ എന്ന് ചോദിക്കേണ്ട സാഹചര്യമുണ്ടായി. പാർട്ടി നേതാക്കൾക്ക് പോലും ഭാഗികമായി തള്ളിപ്പറയേണ്ടി വന്നു. അതിനിടയിലാണ് പാലക്കാട് അട്ടപ്പള്ളം എന്ന സ്ഥലത്ത് ഒരു ആൾക്കൂട്ടമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം പുറത്തു വരുന്നത്. ഛത്തീസ്ഗഡുകാരനായ ഒരു രാമായണ നാരായണ ഭയ്യാർ, അദ്ദേഹം തൊഴിൽ തേടി നാട്ടിലെത്തിയതാണ്. ബംഗാളിയാണ് എന്ന് സംശയിച്ച് വലിയൊരു ആൾക്കൂട്ടം അദ്ദേഹത്തെ തല്ലിക്കൊന്നു. തല്ലിക്കൊന്നവർ BJP-കാരാണ് എന്നൊക്കെ പറഞ്ഞ് കാപ്സ്യൂൾ ഇറക്കാൻ കഴിയുമെങ്കിലും കൊല്ലപ്പെട്ടത് പിണറായി ഭരിക്കുന്ന നാട്ടിലാണ് എന്നത് ചെറിയ കാര്യമല്ല. ഇതിനു മുൻപ് മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആൾക്കൂട്ടം തല്ലിക്കൊന്നിരുന്നു. ബീഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BJP സർക്കാരിൻ്റെ കൺമുമ്പിൽ അവരുടെ ഒത്താശയോടെ ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എന്ന് പ്രഘോഷിക്കുന്ന സഖാക്കളുടെ നെഞ്ച് തകർത്ത സംഭവമായി പോയി ഇത്. ഈ സംഭവം നടന്നത് കേരളത്തിലാണ്, വടക്കേ ഇന്ത്യയിലല്ല. ഈ നാട് ഭരിക്കുന്നത് BJP-യോ കോൺഗ്രസോ അല്ല, നെറികെട്ട CPM-കാരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പിന് മറ്റൊരു ഉദാഹരണം കൂടി ഉണ്ടാവുന്നു. മിന്നൽ പ്രതാപൻ എന്ന് പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. സത്യത്തിൽ പ്രതാപചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് നല്ലതാണ്. നട്ടെല്ലുള്ള അഴിമതി നടത്താത്തൊരു ഉദ്യോഗസ്ഥൻ എന്നാണ്. എന്നാൽ അയാൾ പരസ്യമായി ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യം പുറത്തു വന്നപ്പോൾ അനേകം പേർ അദ്ദേഹത്തിൻ്റെ 3ാം മുറിയെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ എന്തോ ഒരു കുഴപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പക്ഷെ അതും സംഭവിച്ചിരിക്കുന്നത് പിണറായി പോലീസിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കിങ്ങനെ വിസ്മരിക്കാൻ കഴിയും. അതിനിടയിലാണ് ED കൊടുത്ത നോട്ടീസ് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് കിട്ടിയതിൻ്റെ ആഹ്ലാദം തീരുന്നതിന് മുൻപ് ഡിവിഷൻ ബെഞ്ച് ആ തീരുമാനം സ്റ്റേ ചെയ്തത്. ഇങ്ങനെ സകല ഇടങ്ങളിൽ നിന്നും പിണറായി വിജയനും സർക്കാരിനും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല വിഷയം തുടരുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒന്നല്ല, ഇരട്ട പ്രഹരമാണ് സർക്കാരിന് കൊടുത്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കടുത്ത എതിർപ്പിന് വകവയ്ക്കാതെയാണ് കൊല്ലം വിജിലൻസ് കോടതി ED അന്വേഷണത്തിന് അനുമതി കൊടുത്തത്. അനുമതി കിട്ടിയ ഉടൻ തന്നെ ED അതിൻ്റെ രേഖകൾ ശേഖരിച്ചു തുടങ്ങി. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ED-യുടെ കേസ് ഏതെല്ലാം പ്രമുഖരിലേക്ക് ചെല്ലും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക സർക്കാരിനുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കർശനമായ താക്കീത് നൽകിയത്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥർ എന്ന് വിശ്വസിക്കുന്ന സംഘത്തെയാണ് ഈ ചുമതല ഏൽപ്പിച്ചതെങ്കിലും അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ സമ്മർദ്ദത്തെ താങ്ങാൻ കഴിയുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യമായി. എന്തുകൊണ്ടാണ് കേസന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്ന് കോടതി ചോദിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആത്മാർത്ഥതയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. വമ്പന്മാരിലേക്ക് ചെല്ലാത്തത് എന്തുകൊണ്ട് എന്ന കോടതിയുടെ ചോദ്യം ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മോഷണം നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അതിൻ്റെ തുടർച്ചയായി ദേവസ്വം വകുപ്പ് ഭരിച്ച മന്ത്രി VN വാസവൻ, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തേണ്ടതല്ലേ എന്ന തരത്തിലാണ് വ്യാഖ്യാനം വന്നത്. അതൊരു പരിധിവരെ ശരിയാണ് താനും. എന്നാൽ കോടതി നേരിട്ട് ചോദിച്ചത് മറ്റ് 2 പേരെ കുറിച്ചാണ്. ഏതാണ്ട് 1 മാസം മുമ്പ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കാര്യമായ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നില്ല.
പടിപടിയായി ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. സ്വാഭാവികമായും അടുത്ത കണ്ണിയിലേക്ക് പോവേണ്ട സമയമെടുത്തു. പക്ഷേ ഒരു കണ്ണിയിലേക്കും നീളാതെ വളരെ കൃത്യമായി അന്വേഷണ സംഘം ഉള്ളടത്ത് വെച്ച് ചുരുക്കാൻ തീരുമാനിച്ചു. ഇതുവരെ പിടിക്കപ്പെട്ടവർ തന്നെ CPM-നും സർക്കാരിനും ക്ഷീണമായതുകൊണ്ട് ഇനി ആരിലേക്കും പോവാതിരിക്കുക എന്ന തന്ത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. മാത്രമല്ല, വാസുവും മുരാരി ബാബുവും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമായിരുന്നു. സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു എന്ന് തെളിയണമെങ്കിൽ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു വാസുവും മുരാരി ബാബുവും ജാമ്യാപേക്ഷയുടെ ഭാഗമായി പറഞ്ഞത്. ഉണ്ടേ എന്ന് പറയുന്നതല്ലാതെ തെളിവ് ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കോടതി പൊട്ടിത്തെറിച്ചുകൊണ്ട് അന്ന് ചോദിച്ചിരുന്നു, വെറും വാമൊഴികളുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ അവകാശവാദം നടത്തുന്നത് എന്ന്. ഒരിക്കലും വാമൊഴി കൊണ്ടോ സാഹചര്യ തെളിവ് കൊണ്ടോ തെളിയിക്കേണ്ട ഒരു കേസല്ല. നേരെ മറിച്ച് രേഖകളിൽ അവിടെ സ്വർണം പൊതിഞ്ഞതാണ്, പൂശിയതല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട്. 98, 99 കാലഘട്ടത്തിൽ വിജയ് മല്യയും സംഘവും ഏതാണ്ട് 30 കിലോയോളം സ്വർണം ശബരിമലയ്ക്ക് കൊടുത്തപ്പോൾ ആ സ്വർണം എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് രേഖകളുണ്ടാവും. ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കണം. അതുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമാണ്. അതില്ലെങ്കിൽ മറ്റെന്തെല്ലാം മുമ്പോട്ട് പോയാലും കേസ് അട്ടിമറിക്കപ്പെടും. കാരണം സ്വർണം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാതെ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കാൻ കഴിയില്ല. ഈ സാഹചര്യം കോടതിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. വളരെ സംഘടിതമായി തന്നെ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തുന്നു എന്ന് കോടതിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് കോടതി തുറന്നു പറഞ്ഞത്, വമ്പന്മാരെ രക്ഷിക്കാനുള്ള നീക്കം, നിഷ്പക്ഷതയില്ലാത്ത അന്വേഷണം നിങ്ങൾ നടത്തുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നുവെന്ന്. എല്ലാവരും തുല്യരാവണം. ഇവിടെയാണ് 2 പേരുകൾ ചർച്ചയാവുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അറസ്റ്റിലാണ്. പല ജാമ്യാപേക്ഷകളും തള്ളപ്പെട്ടു. പത്മകുമാർ ഇപ്പോഴും സെല്ലിൽ കഴിയുന്നു. എന്നാൽ പത്മകുമാറിനൊപ്പം ബോർഡ് അംഗങ്ങളായിരുന്ന 2 പേർ പ്രതികളാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കോടതിയുടെ ചോദ്യം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാവാം. പത്മകുമാർ തൻ്റെ ജാമ്യാപേക്ഷയിലടക്കം, തൻ്റെ മൊഴിയിലടക്കം പറയുന്ന ഒരു കാര്യം, താൻ വ്യക്തിപരമായി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് എടുത്ത കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ നിർണായകമായ ചോദ്യം ബാക്കിയാവുന്നു. പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന CPM-ന്റെ പ്രതിനിധിയായ KP ശങ്കരദാസും CPI-യുടെ പ്രതിനിധിയായിരുന്ന P വിജയകുമാറും എന്തുകൊണ്ട് അറസ്റ്റിലാക്കപ്പെടുന്നില്ല? ശങ്കരദാസും വിജയകുമാറും 2 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അവർ 2 പേരും പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു. ഈ 3 പേരും ഒരുമിച്ചാണ് സ്വർണം പൂശുന്നതാണെങ്കിലും പൊളിക്കുന്നതാണെങ്കിലും ഒക്കെ തീരുമാനമെടുത്തത്. എല്ലാ മിനിറ്റ്സിലും 3 പേരുടെയും ഒപ്പുണ്ട്. അവരെ അതുകൊണ്ട് തന്നെ പ്രതി ചേർത്തു. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് അവരിലേക്ക് എത്താൻ പോലും ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിനു മുകളിലേക്ക് എങ്ങനെ എത്തും? ഇതാണ് കോടതി പറയാതെ പറഞ്ഞത്, ചോദിക്കാതെ ചോദിച്ചത്. എന്തുകൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കരദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്? അത് പലരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. കേരള പോലീസിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്. ഹരിശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മിടുക്കനായ പോലീസ് ഓഫീസർ എന്ന പേര് അദ്ദേഹത്തിനുണ്ട്. ഹരിശങ്കർ ഇപ്പോൾ തൃശ്ശൂർ DIG ആണ്. സൈബർ പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ. ഈ ഉദ്യോഗസ്ഥൻ കോട്ടയം SP ആയിരുന്നപ്പോഴാണ് ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടാകുന്നതും ബിന്ദു അമ്മിണി അടക്കമുള്ള സംഘത്തെ പൊതിഞ്ഞുകെട്ടി മലയിൽ കയറ്റാൻ ഗൂഢാലോചനകൾ നടത്തുന്നതും. ഈ പറയുന്ന ഹരിശങ്കറിന്റെ പിതാവാണ് CPM-ന്റെ നോമിനിയായി ദേവസ്വം ബോർഡ് അംഗമായിരുന്ന KP ശങ്കരദാസ്. അതായത് പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന KP ശങ്കരദാസും ഈ കുറ്റകൃത്യത്തിൽ ഉത്തരവാദിയാണ്. ശങ്കരദാസിനോട് മാത്രമേ പോലീസിന് താല്പര്യമുള്ളൂ. കാരണം കേരള പോലീസിലെ ഏറ്റവും സ്വാധീനമുള്ള ഹരിശങ്കറിന്റെ പിതാവാണ് എന്നത് മാത്രമാണ് കാരണം. അതുകൊണ്ടാണ് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്. KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നതുകൊണ്ടാണ് വിജയകുമാറിന് സ്വാധീനം കുറവാണെങ്കിലും അറസ്റ്റ് ചെയ്യാത്തത്. ചോദ്യം കോടതി നേരിട്ട് ചോദിക്കുന്നു. 3 പേർ ഒരുമിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് ഉചിതമാണോ? പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലാണ്. പോലീസ് സംഘത്തിലെ ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഹരിശങ്കറിന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് താങ്ങാനുള്ള ശേഷി ഹരിശങ്കറിനുണ്ടോ? ഹരിശങ്കറിന്റെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഒരു വാഹനം പിടിച്ചതിന് ഒരു SIയുടെ ജീവിതം കുട്ടിച്ചോറായ കഥ എനിക്കറിയാം. ഇന്നും ആ SIയുടെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മിടുക്കനാണെങ്കിലും അനിഷ്ടമുണ്ടായാൽ ഏതറ്റം വരെ പോയി വൈരാഗ്യം തീർക്കുന്ന പോലീസ് ഓഫീസർമാരിൽ ഒരാൾ തന്നെയാണ് ഹരിശങ്കർ. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ
പല കീഴുദ്യോഗസ്ഥന്മാരുമുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ പിതാവ് ജയിലിലായാൽ സഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? വാസ്തവത്തിൽ പോലീസ് ശ്രമിക്കുന്നത് ഹരിശങ്കറിന്റെ പിതാവ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ്. അത് തന്നെയാണ് കോടതി ചോദിച്ചത്. കോടതി നേരിട്ട് ചോദിച്ചതോടെ പോലീസ് നിസ്സഹായാവസ്ഥ ഹരിശങ്കർ അറിയിച്ചിട്ടുണ്ടെന്നും ഏറെ വൈകാതെ അറസ്റ്റ് ചെയ്ത് തടി തപ്പേണ്ടി വരും എന്നുമാണ് സൂചന. അങ്ങനെയെങ്കിൽ ഇതുവരെ പ്രതി ചേർത്തിട്ടും മിണ്ടാതിരുന്ന KP ശങ്കരദാസിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോവേണ്ടി വരും. വാസ്തവത്തിൽ പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇന്നലെ ധൃതി പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേർ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി, ഒപ്പം ബെല്ലാരിയിലെ ജുവലറി ഉടമ, ഈ രണ്ട് അറസ്റ്റും ഇന്നലെ കോടതിയിൽ നിന്നും ശാസന കിട്ടിയതിന്റെ ഭാഗമായി മറ്റൊരു നിവൃത്തിയുമില്ലാതാണ്. വാസ്തവത്തിൽ കേസിന്റെ മധ്യഭാഗത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളാണ് ഭണ്ഡാരിയും ഗോവർദ്ധനും. എന്നാൽ അവരെ കേസിന്റെ അങ്ങേയറ്റത്ത് കൊണ്ട് നിർത്തി കേസ് അവസാനിപ്പിക്കാനാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് താല്പര്യം. കേസിന്റെ തുടക്കം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരിലുമാണ്. അവരുടെ ബിനാമിയായിരുന്നു വാസ്തവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാൽ കേസിന്റെ നടുക്ക് നിന്നവർ ഈ ഭണ്ഡാരിയും ഗോവർദ്ധനുമാണ്. ഈ കേസിന്റെ അന്ത്യം എത്തി നിൽക്കുന്നത് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിനുമാണ്. ഈ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിലേക്ക് നീങ്ങാതെ ഇതെല്ലാം ഗോവർദ്ധനിൽ അവസാനിപ്പിക്കാനാണ് ശ്രമം നടത്തിയത്. അതായത് പോറ്റി ഇവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. അവിടെ വെച്ചാണ് സ്വർണം ഉരുക്കിയെടുത്ത് ചെമ്പുപാളികളിൽ സ്വർണം പൂശിയത്. അത് പോലീസ് കണ്ടെത്തി. അന്വേഷണം അവിടം വരെ എത്തി. ഈ ഭണ്ഡാരി, അതായത് സ്മാർട്ട് ക്രിയേഷൻസിനെ സാക്ഷികളാക്കാനായിരുന്നു ശ്രമം. എന്നിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം വിറ്റത്, ഈ സ്വർണം തിരിച്ചു കൊടുത്തെങ്കിലും ആ സ്വർണം വിറ്റത് ബെല്ലാരിയിലെ ജുവലറിക്കാണ്. ബെല്ലാരിയിലെ ജുവലറിയുടെ ഉടമ ഗോവർദ്ധനെ അവസാന കണ്ണിയാക്കുന്നു. എന്ന് വെച്ചാൽ ഈ സ്വർണം അറിയാതെ അവർ വാങ്ങുന്നു. ആ വാങ്ങിയ സ്വർണം അവർ അവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്നിട്ട് സ്വർണം റിക്കവറി ചെയ്ത് കേസ് അവസാനിപ്പിക്കാനായിരുന്നു നീക്കം. 2018 കോടികൾ കൊടുത്തു വാങ്ങിയ സ്വർണം ഗോവർദ്ധൻ ഇപ്പോഴും അതേപടി ഉരുക്കി സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല. അവിടെ നിന്ന് ആ സ്വർണം രാജ്യാന്തര മാർക്കറ്റിലേക്ക് പോയി എന്നത് സത്യമാണ്. പോലീസ് സംഘത്തിന് അവിടേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കോടതി അത് തിരിച്ചറിഞ്ഞു. അതിന് കാരണമുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി നടത്തിയ പരിശോധനയിൽ പല വിവരങ്ങളും പോലീസ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. കട്ടിളപ്പടിയിൽ നിന്നും 409 ഗ്രാം സ്വർണം ഉരുക്കിയെടുത്തെന്നും ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നും 577 ഗ്രാം സ്വർണം ഉരുക്കിയെടുത്തെന്നുമാണ് രേഖകളിൽ നിന്നും അവർ മനസ്സിലാക്കിയത്. ആകെയുള്ള സ്വർണം ഏതാണ്ട് 989 ഗ്രാം ആയിരുന്നു. ഇതിൽ പീഠത്തിന് വേണ്ടി 9.7 ഗ്രാം ചെലവാക്കി. ദ്വാരപാലക ശില്പത്തിന് വേണ്ടി 394.7 ഗ്രാമും ചെലവാക്കി. എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന 584.2 ഗ്രാം. അതിൽ ഏതാണ്ട് 100 ഗ്രാമോളം പണിക്കൂലിയെ കുറച്ച് 474.95 ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്ന് പറഞ്ഞാണ് കൈമാറിയിരുന്നത്. കേസന്വേഷണം ഇവർ എത്തിച്ചു നിർത്തിയത് ഈ 474.95 ഗ്രാം സ്വർണത്തിലാണ്. അത് ഗോവർദ്ധനെ കൊണ്ട് മറ്റെവിടെ നിന്ന് ഉരുക്കി ഇതാണ് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇതൊക്കെ തട്ടിപ്പാണെന്നും ഇതെല്ലാം ഒത്തുകളിയാണെന്നും കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് കോടതി ഇന്നലെ പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ മാപ്പ് സാക്ഷികളാക്കി തടിയൂരാൻ ശ്രമിച്ച ഗോവർദ്ധനെയും ഭണ്ഡാരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ രണ്ടുപേരും അറസ്റ്റിലാവുന്നതോടെ കൂടുതൽ ചുരുൾ അഴിയാതിരിക്കില്ല. തങ്ങൾ അറസ്റ്റിലായി ജയിലിലായ സാഹചര്യത്തിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം ഇവർക്ക് വെളിപ്പെടുത്തേണ്ടി വരും. ഈ കള്ളക്കടത്ത് സംഘത്തിൽ ഏത് നേതാക്കൾക്ക് പങ്കുണ്ട്, ആരൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ് അറിയേണ്ടത്. എന്ന് മാത്രമല്ല, DIG ഹരിശങ്കറിന്റെ പിതാവ് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം അന്വേഷണ സംഘത്തിനുണ്ടോ എന്നും അറിയാം.